പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് കാര്യമില്ല. മഹേഷ് സാർ ഉണ്ടായിരുന്നെങ്കിൽ ആ റൂട്ടെങ്കിൽ ഉപയോഗിക്കായിരുന്നു. സത്യം പറഞ്ഞ കൃത്യമായ ഒരു ഐഡിയ ഇപ്പൊ എനിക്കില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏത് വിധത്തിലെങ്കിലും പവിത്രനെ നമ്മുടെ വഴിയിൽ കൊണ്ടുവന്നിരിക്കും. നിധി, അവൻ ആളാകെ പെശകാണ്, നീ സൂക്ഷിക്കണം. അക്കാര്യത്തിൽ ഗൗതം പേടിക്കണ്ട. എനിക്കൊരബദ്ധം വരാതെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ ഞാൻ വെക്കട്ടെ. സാർ അവിടെ ഫോണിന് വേണ്ടി കാത്തേക്ക്. ശരി, ഗൗതം വെച്ചു. എന്നാ ഞാൻ വെക്കാം. സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എങ്കിൽ പിന്നെ സമയം കളയുന്നില്ല, ഞാൻ വേഗം ഇറങ്ങട്ടെ അമ്മ. അല്ല മോളെ, നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ? ഞാനും കൂടി വരാൻ നിന്റെ കൂടെ. ഒറ്റയടിക്ക് പവിത്രനെ കയറി മുട്ടുന്നത് സേഫ് ആവില്ല. ആദ്യം ഞാൻ തനിച്ചു പോവാം. അവന്റെ വീടൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞ് ആലോചിക്കാം എന്ത് വേണോന്ന്. എന്തോ നടി ഇത്? വന്നപ്പോ മുതൽ മുഖവും വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുകയാണല്ലോ. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുക. പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയത് ആരെന്നുള്ള ഒറ്റ ചോദ്യവും അതിന് വ്യക്തതയില്ലാത്ത കുറെ ഉത്തരങ്ങളും. എന്തോ തീരുമാനിക്കേണ്ടെന്ന് ഒരു ഐഡിയയും ഇല്ല. ഒരു കാര്യം ഉറപ്പാ, തട്ടിക്കൊണ്ടുപോയത് പവിത്രൻ എന്ന് പറയുന്ന ഒരുത്തനാ. പിന്നത്തെ കൺഫ്യൂഷൻ ആ പവിത്രൻ ആരുടെ ആളാണെന്നാ. അതൊരിക്കലും നിധിയുടെ ആളാകാൻ വഴിയില്ല. പിന്നെ അവൻ ആരുടെ ആളാ? CKC അങ്ങള് വാടക കൊണ്ടേ വെച്ച് പ്രണവിനെ പിടിച്ചോണ്ട് പോവോ? അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. അപ്പൊ പിന്നെ എന്താ സംഭവം? ഒരു കാര്യം ഇല്ലാതെ പവിത്രൻ പ്രണവിനെ പിടിച്ചോണ്ട് പോയിന്നോ? അതും ഇതുമൊക്കെ പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അതൊന്നും ഓർത്തിട്ടല്ല. ആ പവിത്രനെ ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ നിധി കണ്ടുപിടിക്കുമെന്നാ. അവൾ അവന് വേണ്ടി 4 പാട് മല വിരിക്കുക. അപ്പോ പവിത്രൻ നിധിയുടെയും ഗൗതമിന്റെ ആളല്ലാന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? അതങ്ങനെ തന്നെ ചിന്തിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം ഈ ലോകം മൊത്തം എഴുതിത്തരാം. പകരം ഗൗതമിനെ ഒരു ദിവസം ജയിലിൽ ഇട്ടോട്ടെ എന്ന് ചോദിച്ചാ ഗൗതമിനെ പുറത്ത് കിട്ടിയാലേ മതിയാവൂന്നേ നിധി പറയും. അവള് ഗൗതമിനെ അകത്തിട്ടോണ്ട് ഒരു കളിക്ക് നിക്കില്ല. അതിനെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് പവിത്രനെയും പ്രണവിനെയും കൂട്ടി കോടതിയിൽ ഹാജരാക്കി ഗൗതമിനെ പുറത്തിറക്കിയേനെ. എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആകാനാ വഴി. ഇതിലാ CKCക്കും ജ്യോതിർമയ്ക്ക് എന്തെങ്കിലും കൈ കാണും. അല്ല, ഞാൻ ഇപ്പോഴും പഴയത് തന്നെ പറയും. നീ ഇപ്പോഴും അവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണ്ട. ഒരാളെ ഇക്കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അമ്മ എന്ന് പറഞ്ഞതിൽ പിന്നെ ഞാൻ അങ്കിളിന്റെ ആന്റിയുടെ മേലൊരു കണ്ണ് വെച്ചിരുന്നു. അവരുടെ ഒരു നീക്കത്തിലോ വർത്തമാനത്തിലോ അങ്ങനെ ഒരു സൂചന പോലും ഇല്ല. പ്രണവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരായിരിക്കും പ്രണവ് കാണാതായതിന് പിന്നിൽ? എനിക്കൊരാളെ സംശയമുണ്ട്. അതാരാ? അതൊരു പെണ്ണ്. പെണ്ണോ? വസുന്ധര ആന്റി. വസുന്ധര മേഡം? മേഡം എന്തിനിത് ചെയ്യണം? അവര് പ്രണവിനും ഗൗതമിനും ദോഷം വരുന്നൊന്നും ചെയ്യില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ കാലവും കഥയും ഒക്കെ മാറി. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഗൗതം നിധിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വസുന്ധര ആന്റിക്ക് വെറും നോക്കുകുത്തിയുടെ വിലയാ കൽപ്പിച്ചത്. ആന്റി എനം വേറെ. പക തോന്നിയപ്പോ ബന്ധങ്ങളെയൊക്കെ എടുത്ത് ചവറ്റുകുട്ടെ കളഞ്ഞു. ഈ ഗൗതമനെ തകർത്ത് തരിപ്പണമാക്കാൻ, അതുവഴി നിധിയെ ഇല്ലാതാക്കാൻ പ്രണവിനെ ഒരു ഇരയാക്കിയതാണോന്നാ എന്റെ സംശയം. ആ സംശയം എനിക്കും ഇല്ലാതില്ല. ഇതിലും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും വസുന്ധര മേഡം പ്രണവിന് നേരെ തിരിഞ്ഞിട്ടില്ല. ഗൗതമിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണാ പോലും അവർക്ക് വേദനിക്കുകയും ചെയ്യും. അത് മുതലെടുത്താണല്ലോ നിധി ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇല്ല മോളെ, വസുന്ധര മേഡം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മ പിന്നെ ആരാ പ്രണവിനെ പിടിച്ചോണ്ട് പോയത്? ഈ പവിത്രൻ ആരുടെ ആളാ? എല്ലാം കൂടെ ഓർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കാം. അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണല്ലോ. നിനക്ക് സ്വത്തിനോടുള്ള ഭ്രാന്താണ്.
പണത്തിനോടുള്ള ഭ്രാന്താണ്.